സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. ചെറുപ്പത്തിൽ എട്ടുകാലിനെ കൊണ്ട് കടുപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ഇതുപോലെ വല വരും, നമുക്കും ഇങ്ങനെ സ്പൈഡർമാനെ പോലെ പറക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചവരായിരിക്കും ഒരു 90% ബോയ്സും. ബോയ്സ് മാത്രമല്ല, പൊതുവെ അല്ല, ഞാൻ പക്ഷേ കുറച്ചും കൂടി ബോയ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയൊരു ഓർമ്മയാണ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് അത്രയും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സൂപ്പർ ഹീറോ. അത് എസ്പെഷ്യലി ഫ്രം ഒരു 95 to 2005 കാലഘട്ടത്തിലെ ഇടയിൽ ജനിച്ച ആൾക്കാർക്ക് കുറച്ചും കൂടെ അധികം. സോ ഇതൊരു സിനിമ റിവ്യൂ ഒന്നുമല്ല, ഇത് ജസ്റ്റ് സ്പൈഡർമാനെ പറ്റിയുള്ള എൻ്റെ ഒരു ഓർമ്മയും ഇന്നലെ സിനിമ കണ്ടപ്പോൾ ഉണ്ടായ തിയേറ്ററിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസുമാണ്. ലൈക്ക് സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലൈക്ക് ടോം ഹോളൻഡിൻ്റെ ഫോർത്ത് സ്പൈഡർമാൻ സീരീസിൽ വരുന്ന മൂവിയാണ്. പടം ഗംഭീരം, കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ട്രാക്കിലാണ് പോകുന്നത്. അതായത് ഈ MJ ആയിട്ടും നെഡൊക്കെ ആയിട്ടുള്ള ലൈക്ക് ഇപ്പോഴത്തെ പീറ്റർ പാർക്കറിൻ്റെ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ കുറച്ച് ആ ഒരു ബേസിൽ ഫോക്കസ് ആയിട്ടാണ് പോകുന്നത്. എന്നാലും നമ്മുടെ സ്പൈഡർമാൻ പരിപാടികളും നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പടത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. ഒരു ഗംഭീര ഡയലോഗൊക്കെ ഉണ്ട്, തിയേറ്ററിൽ ഗൂസ് ബംസ് അടിച്ചു പോയ ഡയലോഗൊക്കെ ഉണ്ട്. ഒന്നും ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അതിൻ്റെ 3D ആണ് ഞാൻ കണ്ടത്. 3D എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഫ്രം മാർവലിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയിൽ വന്നതിൻ്റെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സ്പൈഡർമാനെ പറ്റി പറയുകയാണെങ്കിൽ 2002 ആദ്യത്തെ സ്പൈഡർമാൻ ഇറങ്ങുന്നത്. അതായത് ടോബി മക്വയറിൻ്റെ സ്പൈഡർമാൻ. അതിൻ്റെ 3 പാർട്ട് വന്നു. അത് കഴിഞ്ഞ് അമേസിംഗ് സ്പൈഡർമാൻ, പിന്നെയാണ് ടോം ഹോളൻ്റെ സ്പൈഡർമാൻ. സ്പൈഡർമാൻ നമ്മുടെ ഓർമ്മയായിട്ട് അത്രയധികം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആണ്. കാരണം റാദർ ദാൻ എ സൂപ്പർ ഹീറോ, അത്രയും മോറൽസ് ഉള്ള ഒരു സൂപ്പർ ഹീറോ. അതായത് ഒന്നിനെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കാതെ, ഒന്നിനെയും കൊല്ലാൻ ആഗ്രഹിക്കാതെ, നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ ആണ് സ്പൈഡർമാൻ. അപ്പോൾ ഈ പടത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് മുമ്പേ ഉള്ള സീരീസുകളിൽ കണ്ടത് ഇവൻ്റെ കുറച്ച് കിഡായിട്ടുള്ള അവൻ്റെ കുറച്ച് പരിപാടികളും കുറച്ച് കുസൃതികളും കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ സ്വന്തം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നു, അബദ്ധങ്ങൾ പോയി പെടുന്നു, ആൻഡ്മാൻ വന്ന് രക്ഷിക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ കിഡിൽ നിന്നും എൻറ്റയർലി ഇവനൊരു സ്പൈഡർമാനായിട്ട് മാറുകയാണ്. അത് ഇമോഷണലി കൂടെ, ലൈക്ക് സ്പൈഡർമാൻ ആകുമ്പോൾ ലൈഫിൽ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, എന്തൊക്കെ നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ആ ഒരു പാത്തിലൂടെ ഇമോഷണലി ആയിട്ട് തന്നെയാണ് പടം പോകുന്നത്. സോ സ്പൈഡർമാൻ ഇനിയും വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണും. കാരണം അത്രയും അത്ര ഇഷ്ടമാണ് സ്പൈഡർമാൻ. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്തായാലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.